Welcome to BSc Physics Main Semester 6 Paper for Class Digital Electronics and Computer Science 39th lecture C++ Programming. Today we discuss keywords in C++ and also the control statements in C++. Keywords. What are the keywords in CPP language and the control statement in CPP? The keywords. C++ keywords. In C++, there are a set of reserved words that we cannot use as an identifier. These words are known as reserved words or keywords. Keywords are standard identifiers and their functions is predefined by the compiler. We cannot use keywords as variable names, class names, or method names, or as any other identifier. അപ്പോൾ നമ്മൾ നേരത്തെ വേരിയബിൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ പഠിച്ചതാണ്, ലിറ്ററൽസ് ഒക്കെ പഠിച്ചതാണ്. ഇതല്ലാതെ ഇതിനകത്ത് കുറച്ച് റിസർവ്ഡ് വേർഡുകളുണ്ട്. അതായത് നമുക്ക് C++ ഉപയോഗിക്കുന്ന ചില റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. അതിനെ കീവേഡ്സ് എന്ന് പറയും. ഈ കീവേഡ്സിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് വേരിയബിളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ സാലറി, പേ പോലെയുള്ളതൊക്കെ എല്ലാം, പിന്നെ വേജ് ഒക്കെ എല്ലാം നമുക്ക് വേരിയബിളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐഡൻറ്റിഫയറായിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഇതിനകത്ത് കുറേ സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്, റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. അവയൊന്നും നമുക്ക് മറ്റ് വേരിയബിളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഐഡൻറ്റിഫയറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇതിനകത്തുള്ള ചില സെറ്റ് ഓഫ് വേരിയബിൾസ്, അത് കുറേ എണ്ണമുണ്ട്, അത് മറ്റ് സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇവിടെ ഇതിന് പ്രത്യേക മീനിങ് ആണ് ഈ ലാംഗ്വേജിനകത്ത്. അപ്പോൾ അതാണ് കീവേഡ്സ്. There is a set of reserved words that we cannot use as identifier. നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈയിങ് വേരിയബിളായിട്ട് ഈ കീവേഡ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾസ് ഞാൻ വളരെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ എഴുതുന്നുള്ളൂ. നമ്പർ ഓഫ് എക്സാമ്പിൾ ഉണ്ട്. അതായത് നമുക്ക് 2-3 പേജ് എക്സാമ്പിൾ എഴുതാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെയാണ്: കേസ്, എക്സ്റ്റേൺ, പബ്ലിക്, ടൈപ്പ് ഡെഫ്, ക്യാച്ച്, ഫാൾസ്, രജിസ്റ്റർ, ടൈപ്പ് ID, ചാർ, ഫ്ലോട്ട്, റീഇൻറ്റർപ്രറ്റ്, അണ്ടർസ്കോർ, കാസ്റ്റ്, ടൈപ്പ് നെയിം, ക്ലാസ്, ഫോർ, റിട്ടേൺ, യൂണിയൻ, കോൺസ്റ്റ്, ഫ്രണ്ട്, ഷോർട്ട്, അൺസൈൻഡ്, കൺസ്റ്റ് അണ്ടർസ്കോർ കാസ്റ്റ്, ഗോ ടു സൈൻഡ്, യൂസിങ് പോലെയുള്ളവ. വേറെയും കുറേ ഉണ്ട് കേട്ടോ, കുറേ നമ്പർ ഓഫ് ഉണ്ട്. ഞാൻ എക്സാമ്പിളെ വളരെ കുറച്ചായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വേർഡ്സ് നമുക്ക് മറ്റ് ഈ വേരിയബിളിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ വേരിയബിൾ എക്സ് അല്ലെങ്കിൽ വേരിയബിൾ സാൽ, വേരിയബിൾ പേ എന്നൊക്കെ പറയത്തില്ലേ, വേരിയബിൾ ഫോർ എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേരിയബിൾ റിട്ടേൺ എന്ന് എഴുതാൻ പാടില്ല. കാരണം അതെല്ലാം റിസർവ്ഡ് വാക്കുകളാണ്. ഇത് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് പുറത്ത് വേരിയബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ക്വസ്റ്റ്യനായിരിക്കും, വാട്ട്സ് എ കീവേഡ് ഇൻ C++, ഗിവ് സം എക്സാമ്പിൾ. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു ജോലിയാണ്. അപ്പോൾ എല്ലാ എക്സാമ്പിളും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കീവേഡ്സിൻ്റെ എല്ലാ എക്സാമ്പിളും പഠിക്കുക പ്രയാസമാണ്. ഏതാണ് എക്സാമ്പിൾ? അപ്പോൾ ഇത് ചില ഈ റിസർവ്ഡ് വാക്കുകളാണ്. ഇത് മറ്റ് വേരിയബിളിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അർത്ഥം. സോ വാട്ട് ആർ കീവേഡ്സ്? ഗിവ് എക്സാമ്പിൾസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അടുത്തത് നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് കംസ് വാട്ട് ആർ കോൾഡ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുന്ന ചില സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എങ്ങനെയൊക്കെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകണം, എങ്ങനെ കമ്പയർ ചെയ്യണം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിനുള്ള ചില സ്റ്റേറ്റ്മെൻറ്റാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. Control statements are elements in the source code that control the flow of program execution. Program execution നിയന്ത്രിക്കുന്ന ചില
സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ സോഴ്സ് കോഡിനകത്ത് ഈ ലാംഗ്വേജിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടായിരിക്കും. അതിനെ ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ദേ ഇൻക്ലൂഡ് ബ്ലോക്സ് യൂസിങ് ഓപ്പണിംഗ് ബ്രേസ് ആൻഡ് ക്ലോസിംഗ് ബ്രേസ്, ബ്രാക്കറ്റ്സ്, ലൂപ്സ് using for while and do while. അപ്പോൾ ഈ ഫോർ വൈൽ ഡു വൈൽ എല്ലാം ലൂപ്സ് ആണ്. ലൂപ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ആ ഡിസിഷൻ മേക്കിംഗ് യൂസിങ് ഈഫ് ആൻഡ് സ്വിച്ച്. ദർ ഈസ് ഓൾസോ ഗോ ടു എന്ന് പറയുന്ന ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദർ ഈസ് ഓൾസോ ഗോ ടു. ദർ ആർ ടു ടൈപ്സ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ. അപ്പോൾ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്? പ്രോഗ്രാം എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ഇത്രാമത്തെ ലൈനിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സമയം കഴിഞ്ഞ് ചെയ്യണം, അങ്ങനെ ഈ പ്രോഗ്രാം ഏത് ലൈനിലേക്ക് പോകണം എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിനകത്ത് വരുന്നതാണ് ഈ ഓപ്പണിംഗ് ബ്രേസ്, ക്ലോസിംഗ് ബ്രേസ്, അതുപോലെ തന്നെ ലൂപ്സ്, ഫോർ വൈൽ, ഡു വൈൽ. വാട്ട് ആർ ലൂപ്സ്? അത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് യൂസിങ് ഇഫ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിച്ച്, ഗോ ടു ഉപയോഗിച്ചിട്ട്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്നവരെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ രണ്ടായി നമ്മൾ ഭാവിക്കും. ഒന്ന് കണ്ടീഷണൽ, അൺകണ്ടീഷണൽ. അപ്പോൾ എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. At times, a program needs to execute depending on a particular condition. Conditional statements are executed when one or more conditions are satisfied. The most common of this conditional statement is the if statement, which takes the form. അപ്പോൾ ചില കണ്ടീഷനെ അനുസരിച്ച് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് എക്സാമ്പിളിലൂടെ നമുക്ക് കാണിക്കാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് വെൻ വൺ ഓർ മോർ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. പ്രോഗ്രാമിൽ ഒന്നോ കൂടുതലോ കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയിരിക്കും. അതനുസരിച്ചിട്ടാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. Conditional statements are executed when one or more conditions are satisfied. The most common of these conditional statement is the if statement. If statement ഒരു പ്രധാനപ്പെട്ട കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈഫിൻ്റെ സിൻറ്റാക്സ് ആണ്. ഈഫ് ഇൻസൈഡ് പാരന്തസിസ് കണ്ടീഷൻ, ഓപ്പണിംഗ് ബ്രേസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്. ഏതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവയെല്ലാം സെമിക്കോളിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ദെൻ ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് അതിൻ്റെ ഈഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ്. These statements executes whenever the condition is true. C++ uses many other conditional statements including. അപ്പോൾ if അല്ലാതെ വേറെയും ചില കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതുകൊണ്ടാണ് if else മറ്റൊരെണ്ണമാണ് if else. An if else statement operates on an either or basis, either bar or basis. One statement is executed if the condition is true. Other statement is executed if the condition is false. അപ്പോൾ if else എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടീഷൻ ശരിയായാൽ ആദ്യത്തെ എക്സിക്യൂട്ട് ചെയ്യും, തെറ്റായാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ if else അങ്ങനെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷണൽ if else എന്നുണ്ട്. This statement chooses one of the statements available depending on the condition. If no conditions are true, the else statements at the end is executed. അപ്പോൾ ഇവിടെ കണ്ടീഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ അവിടെ ഒബേ ചെയ്തില്ല എങ്കിൽ ലാസ്റ്റ് എൽസ് വെച്ചിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ വൈൽ അടുത്ത കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് വൈൽ റിപ്പീറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ലോങ് ആസ് എ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ
ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ഈ വൈൽ അത് റിപ്പീറ്റ് ചെയ്യും. വൈൽ എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ ആ പ്രോഗ്രാം അത് റിപ്പീറ്റ് ചെയ്യും, റണ്ണിങ് റിപ്പീറ്റ് ചെയ്യും. ഡു വൈൽ മറ്റൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡു വൈൽ. A do while statement is similar to a while statement with the addition that the condition is checked at the end. അപ്പോൾ നമ്മൾ വൈൽ മാത്രം കൊടുത്താൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ അവിടെ സംവിധാനമില്ല. പക്ഷെ ഡു വൈൽ കൊടുത്താൽ ഈ പ്രോഗ്രാമിൻ്റെ എൻഡിൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അവ two types control statements, conditional and unconditional. We have seen the conditional statement. Now we pass on to the unconditional control statements. Unconditional control statements do not need to satisfy any condition. അതാണ് അതിൻ്റെ പ്രത്യേകത. അൺകണ്ടീഷണൽ ആണെങ്കിൽ കണ്ടീഷൻ ഒന്നും ഒബേ ചെയ്യേണ്ട, സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമില്ല. They immediately move control from one part of the program to another part. Unconditional statements in C++ include goto. ഇപ്പോൾ goto ആണ് C++ലെ ഒരു പ്രധാനപ്പെട്ട അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. goto നമ്മൾ ചേർത്താൽ പറയണം കേട്ടോ. ഗോ കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നും വേണ്ട, ചേർത്ത് പറയണം goto. A goto statement directs control to another part of the program. Break statement. അടുത്ത ഒരു അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ്സ് എ ലൂപ്പ്, എ റിപ്പീറ്റഡ് സ്ട്രക്ചർ. ഇപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ്, ഇപ്പോൾ ഫോർ ലൂപ്പ് എന്നൊക്കെ പറയും. ഫോർ ലൂപ്പ്, വൈ ലൂപ്പൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ്സ് എ ലൂപ്പ്. അപ്പോൾ റിപ്പീറ്റഡ് പ്രോഗ്രാം വരികയാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്ക് കൊടുത്താൽ മതി. വാട്ട് ഈസ് എ ബ്രേക്ക്, ദ മീനിങ് ഓഫ് ബ്രേക്ക് എന്ന് ചോദിക്കാം. വാട്ട് ഈസ് എ മീനിങ് ഓഫ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ പറയും ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ്സ് എ ലൂപ്പ് എന്ന് പറയണം. ഈ ബ്രേക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബ്രേക്ക്? എ ബ്രേക്ക് ഈസ് ആൻ അൺകണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ടെർമിനേറ്റ്സ് എ ലൂപ്പ് ദാറ്റ് ഈസ് എ റിപ്പീറ്റഡ് സ്ട്രക്ചർ. ഇനി അടുത്തത് കണ്ടിന്യൂ ഒരു അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ്. എ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലൂപ്സ് ടു റിപ്പീറ്റ് ദ ലൂപ്പ് ഫോർ ദ നെക്സ്റ്റ് വാല്യൂ ബൈ ട്രാൻസ്ഫറിങ് കൺട്രോൾ ബാക്ക് ടു ദി beginning of the loop and ignoring the statements that come after it. ശേഷം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഗ്നോർ ചെയ്തിട്ട് പ്രോഗ്രാം റൺ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഈഫ് വെച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. അതത്ര തെളിച്ചൽപ്പം കുറവുണ്ട്, എങ്കിലും നിങ്ങൾക്ക് വായിക്കാം. എക്സാമ്പിൾ 1 C++ if statement program. Our program is to print the positive number entered. നമ്മൾ എൻ്റർ ചെയ്യുന്ന പോസിറ്റീവ് നമ്പർ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ്. ആ പോസിറ്റീവാണ് ചെക്ക് ചെയ്യും, എന്നിട്ട് പ്രിൻറ്റ് ചെയ്യും. അതിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ അത് നമ്മൾ ഒരു 2 ഫ്രണ്ട് സ്ലാഷ് ആയിട്ടിരിക്കുന്നത് അത് പ്രോഗ്രാമിലെ സ്പെസിഫിക്കേഷനാണ്. പാർട്ട് ഓഫ് ദി പ്രോഗ്രാം അല്ല, യൂസറിന് അറിയാൻ വേണ്ടിയാണ്, എന്താണ് ഇവിടെ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് ആ 2 ലൈനിട്ട് നമ്മൾ എഴുതുന്നത്. എന്താണ് ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത് അത് പ്രോഗ്രാം ബോഡി ആയിട്ട് കരുതണ്ട. യൂസർ, കമ്പൈലർ അത് മനസ്സിലാക്കാൻ വേണ്ടി, ഒരാൾ പുതുതായിട്ട് വായിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. പ്രോഗ്രാം കംപ്ലീറ്റ് വായിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ടൈറ്റിൽ പോലെ കൊടുക്കുന്നത്. അത് പ്രോഗ്രാമായിട്ട് ബന്ധമില്ല. കമ്പൈലർ അല്ലെങ്കിൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ആൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. സെക്കൻഡ് ലൈൻ എന്താണ്? ഇഫ് ദ യൂസർ എൻ്റേഴ്സ് എ നെഗറ്റീവ് നമ്പർ, ദാറ്റ് ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ്. ഇറ്റ് വിൽ നോട്ട് ബി പ്രിൻറ്റഡ്. അപ്പോൾ ഈ പോസിറ്റീവ് നമ്പറാണ് പ്രിൻറ്റ് ചെയ്യും, നെഗറ്റീവ് നമ്പറാണ് പ്രിൻറ്റ് ചെയ്യത്തില്ല, ഔട്ട്പുട്ട് തരത്തില്ല. അതാണ് പ്രോഗ്രാം. അപ്പോൾ എന്താണ് ഈഫ് കണ്ടീഷൻ വെച്ചുള്ള, ഈഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുള്ള ഈ പ്രോഗ്രാം?
ഒരു പോസിറ്റീവ് നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യില്ല. ഈഫാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ യൂഷ്വൽ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഹാഷ് ഇൻക്ലൂഡ് IOStream അത് നമ്മൾ 2 ലെസ് ദാൻ ഗ്രേറ്റേഴ്സ് അതിനകത്ത് കൊടുത്തു. പിന്നെ യൂസ് നെയിം സ്പേസ് അത് ഇതിൻ്റെ ഹെഡർ ഫയലിൻ്റെ പാർട്ടാണല്ലോ. നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ പ്രോഗ്രാം ബിഗിൻ ചെയ്യുകയാണ്, നമ്പറാണ്, ഇൻറ്റീജർ നമ്പറാണ്. ഇൻറ്റ് മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ് ഇൻറ്റ് നമ്പർ സെമിക്കോളൻ നമ്പർ നമ്മൾ കൊടുക്കണമല്ലോ, അപ്പോൾ അതിനാണ് ഇൻറ്റ് നമ്പർ സെമിക്കോളൻ. പിന്നെ നമ്മൾ സി ഔട്ട് നമുക്ക് ഔട്ട്പുട്ട് വേണമല്ലോ, അപ്പോൾ അതിന് സി ഔട്ട് ഇൻസെർഷൻ ഓപ്പറേറ്ററാണ്. കൊട്ടേഷനകത്ത് എൻ്റർ ആൻഡ് ഇൻറ്റിജർ സെമിക്കോളൻ കൊട്ടേഷൻ ക്ലോസ്ഡ് സെമിക്കോളൻ കൊട്ടേഷൻ ക്ലോസ്ഡ് സെമിക്കോളൻ. ദെൻ സീൻ പിന്നെ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ കൊടുത്ത് നമ്പർ സെമിക്കോളൻ. പിന്നെ നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ചെക്ക് ഇഫ് ദി നമ്പർ ഈസ് പോസിറ്റീവ്. നമ്പർ പോസിറ്റീവ് ആണ് ചെക്ക് ചെയ്യുന്നത് ആദ്യത്തെ പാർട്ട്. അപ്പോൾ അതും പ്രോഗ്രാം ബോഡി വരുന്നതല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് ഇഫ് ദി നമ്പർ ഈസ് പോസിറ്റീവ്. നമ്പർ പോസിറ്റീവ് ആണ് ചെക്ക് ചെയ്യാനുള്ള അടുത്തത്. ഇഫ് പാരന്തസിസ് നമ്പർ ഗ്രേറ്റർ 0. അപ്പോൾ ഈ പോസിറ്റീവ് നമ്പർ എല്ലാം ഗ്രേറ്റർ 0, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്. ഗ്രേറ്റർ 0 ക്ലോസ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രേസ് സി ഔട്ട് ഓപ്പറേറ്റർ യു എൻ്റെ പോസിറ്റീവ് ഇൻറ്റീജർ അത് നമ്മൾ പിന്നെ കൊട്ടേഷൻ ക്ലോസ് ചെയ്യണം, സെമിക്കോളൻ ഇടണം. എന്നിട്ട് ഒരു പുതിയ ലൈനിലേക്ക് വരണമെങ്കിൽ നമുക്ക് \n കൊടുക്കാം, അല്ലെങ്കിൽ എൻഡൽ കൊടുക്കാം. എൻഡൽ സെമിക്കോളൻ കൊടുക്കാം. അത് അവിടെ ചേർത്തിട്ടില്ല. ഒരു പുതിയ ലൈൻ ഇടണമെങ്കിൽ എൻഡൽ സെമിക്കോളൻ. അതായത് ഇവിടെ യു എൻ്റെ പോസിറ്റീവ് ഇൻറ്റീജർ കൊട്ടേഷൻ ക്ലോസ് ചെയ്യണം, സെമിക്കോളൻ, പിന്നെ \n കൊടുക്കാം. ക്ലോസിംഗ് ബ്രേസ് സി ഔട്ട് ഇൻസെർഷൻ ഓപ്പറേറ്റർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. അതെപ്പോഴും ചേർക്കാവുന്നത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. കൊട്ടേഷൻ ക്ലോസ്ഡ് സെമിക്കോളൻ റിട്ടേൺ 0 സെമിക്കോളൻ ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഇത് ഒരു സംഖ്യ. ഇപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ നമ്മളോട് സംഖ്യ ചോദിക്കും. A number will be asked. We have to write a positive number or negative number. If positive number is given, it will be printed. If negative number is given, it will not be printed. That is a program. And you see what is the result when the program is run. Program run ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് C കമ്പൈലർ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാണ് പഠിക്കുന്നത്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതെല്ലാം നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്ത് നോക്കണം. എന്നാലേ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഔട്ട്പുട്ട് 1 ഒന്നാമത്തെ കേസാണ് കേട്ടോ. റിസൾട്ട് ഒന്നാമത്തെ കേസായിട്ട് പറയാണ്. എൻ്റർ നമ്പർ നമ്മൾ +5 കൊടുത്തു, വെറും 5 എന്ന് എഴുതിയാൽ +5 എന്ന് അർത്ഥം. അപ്പോൾ ഉടനെ കാണിക്കും യു എൻ്റെ പോസിറ്റീവ് നമ്പർ 5 എന്ന് റിസൾട്ട് കാണിക്കും. ഔട്ട്പുട്ട് നമുക്ക് തരും. പിന്നെ രണ്ടാമത്തെ ലൈൻ കൂടി പ്രിൻറ്റ് ചെയ്യും. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് റീപ്രിൻ്റ് ഇവിടെ കാണിക്കും. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. പിന്നെ വെൻ ദ യൂസർ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ പറഞ്ഞതാണ്. വെൻ ദ യൂസർ എൻ്റേഴ്സ് 5 ദ കണ്ടീഷൻ നമ്പർ ഗ്രേറ്റർ 0 ഈസ് ഇവാലുവേറ്റഡ് ടു ട്രൂ ആയിട്ട് അത് മനസ്സിലാക്കും. ആൻഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഇഫ് ഈസ് എക്സിക്യൂട്ടഡ്. അങ്ങനെയാണ് നമുക്ക് 5 കിട്ടുന്നത്. ഇനി അതിൻ്റെ കേസ് 2 നോക്കുക. ഔട്ട്പുട്ട് സെക്കൻഡ് കേസ്. നമ്മളൊരു നെഗറ്റീവ് നമ്പർ കൊടുത്താൽ ഈ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യും? എൻ്റർ നമ്പർ നമ്മൾ -5 കൊടുക്കുകയാണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അത് അതേപടി പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് എൻ്റർ നമ്പർ നമ്മൾ -5, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. അങ്ങനെ റിസൾട്ട് വരും. വെൻ ദി യൂസർ എൻ്റേഴ്സ് -5 ദ കണ്ടീഷൻ റിട്ടേൺസ് condition number greater 0 is evaluated to false. തെറ്റാണെന്ന് മനസ്സിലാകും. And the statement inside the body if is not executed. അപ്പോൾ നമ്പർ ഈസ് എ പോസിറ്റീവ് നമ്പർ എന്നുള്ളത് കാണിക്കുന്നില്ല. നോക്കിയേ, മുമ്പ് എന്താ കാണിച്ചത്?
യു എൻ്റെയുടെ പോസിറ്റീവ് നമ്പർ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ യു എൻ്റെയുടെ പോസിറ്റീവ് നമ്പർ എന്നുള്ളത് ഇല്ല. നോക്കൂ, സെക്കൻഡിനകത്ത് എൻ്റെയുടെ നമ്പർ -5. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്. യു എൻ്റെയുടെ പോസിറ്റീവ് നമ്പർ എന്നുള്ള കാര്യം പറയുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ 5 കൊടുത്താൽ അത് പോസിറ്റീവാണ് ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് ഗിവൺ സംഖ്യ, ആ ഗിവൺ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. +5 കൊടുത്താൽ അത് പ്രിൻ്റ് ചെയ്തിട്ട് യു എൻ്റെയുടെ പോസിറ്റീവ് നമ്പർ എന്ന് കാണിക്കും. -5 കൊടുത്താൽ -5 4 എന്തുവേണേലും കൊടുത്താൽ ഇവിടെ പറയും ഇവിടെ പോസിറ്റീവ് നമ്പർ എൻ്റർ എന്ന് പറയത്തില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് കാണത്തില്ല. പിന്നെ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് എക്സിക്യൂട്ട് എന്നുള്ളത് ആ പ്രോഗ്രാമിനകത്ത് ഉള്ളതാണ്, അത് കാണിക്കും. അപ്പോൾ യു എൻ്റെയുടെ പോസിറ്റീവ് നമ്പർ എന്നുള്ള ലൈൻ മിസ്സാകും. അതാണ് വ്യത്യാസം. സോ വെൻ ദ യൂസർ എൻറ്റേഴ്സ് -5 ഇൻ ദ കണ്ടീഷൻ നമ്പർ ഗെറ്റർ 0 ഈസ് ഇവാലുവേറ്റഡ് ടു ഫാൾസ്. ആ തെറ്റാണെന്ന് മനസ്സിലാകും. കാരണം -5 0യേക്കാൾ വലുതല്ല. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഇഫ് ഇസ് നോട്ട് എക്സിക്യൂട്ടഡ്. അതായത് ഇഫിന് ശേഷമുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ദ നമ്പർ ഈസ് പോസിറ്റീവ് എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇതാണ് ഇഫ് വെച്ചുള്ളത്. ഇങ്ങനെ നമുക്ക് ഓരോന്ന് വെച്ചുള്ള പ്രോഗ്രാമുണ്ട്. അത് പ്രോഗ്രാം പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കുക. പിന്നെ നമുക്ക് ലൂപ്സ് പറഞ്ഞിട്ട് ലൂപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം പഠിക്കുക. ഈ പ്രോഗ്രാം പഠിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഒരു പ്രോഗ്രാം ചോദിച്ചാൽ ഇത് പറയാവുന്നതാണ്. യു ഗിവ് എ പ്രോഗ്രാം ടു ഇല്ലസ്ട്രേറ്റ് ദ യൂസ് ഓഫ് ഇഫ്. യു റൈറ്റ് എ പ്രോഗ്രാം ടു ഇല്ലസ്ട്രേറ്റ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് എന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ മതി. അല്ല ചോദിക്കാം ഹൗ വിൽ റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് എ നമ്പർ വെദർ പോസിറ്റീവ് ഓർ നോട്ട്, അങ്ങനെ ചോദിക്കാവുന്നത്. That is all. Thank you very much.